വിജയ് ചിത്രമായ ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി ചൊവ്വാഴ്ച പ്രസ്താവിക്കും. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. 500 കോടിയോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വൻ നഷ്ടം നേരിടുകയാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ വലിയ ഹൈപ്പ് നേടിയ ചിത്രമാണ് ജനനായകൻ. പൊങ്കൽ റിലീസായി ഈ മാസം 9-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനിരുന്നെങ്കിലും ഇനിയും റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടില്ല. സെൻസർ അനുമതി കിട്ടാത്തതാണ് ഇതിന് കാരണം. സെൻസർ ബോർഡും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ കെവിൻ പ്രൊഡക്ഷൻസും തമ്മിലുള്ള നിയമയുദ്ധം നിലവിൽ മദ്രാസ് ഹൈക്കോടതിയിലാണ്. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിധി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച പറയുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സെൻസർ ബോർഡ് നേരത്തെ അപ്പീൽ നൽകുകയായിരുന്നു. ഇതിലാണ് ചൊവ്വാഴ്ച വിധി പറയുക. 500 കോടിയോളം മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വൻ നഷ്ടം നേരിടുകയാണെന്നും ഹർജിയിൽ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. നിർദ്ദേശിച്ച 27 മാറ്റങ്ങളും വരുത്തിയാണ് ചിത്രം രണ്ടാമതും പരിശോധനയ്ക്കായി നൽകിയത്. അതിനിടെ ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതമായി തുടരുന്നതിനിടെ നിർമ്മാതാക്കൾക്ക് മുന്നിൽ മറ്റൊരു നിയമക്കുരുക്കും പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു. കരാർ ഒപ്പിട്ട OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് കേസ് നേരിടേണ്ടി വന്നേക്കുമെന്നാണ് വിവരം. പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. വലിയ ആരാധക വൃന്ദമുള്ള വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ വൻ തുകയ്ക്കാണ് ആമസോൺ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. തിയേറ്റർ റിലീസിൽ നിന്നും ഇത്ര ദിവസം എന്നതാണ് OTT പ്ലാറ്റ്ഫോമുകൾക്ക് സിനിമകളുടെ സ്ട്രീമിംഗ് തീയതിക്ക് പരിഗണിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് OTT പ്ലാറ്റ്ഫോം പ്രശ്നവൽക്കരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.